ആ മാറാൻ അങ്ങോട്ട് സഞ്ചി തൂക്കി വഴി കൂടെ. എടാ അനിമോനെ വാ കയറിയിട്ട് പോ, ബാലേട്ടനല്ലേ ഉള്ളേ. നിങ്ങൾ ഓടിക്കോ സുഖമാണ്. ആകെ ഇങ്ങു വാടാ. ഒരു ചെറുതം കഴിച്ചാൽ ഇതിൻ്റെ എല്ലാ പ്രശ്നം തരും. ഇപ്പം തന്നെ ഞങ്ങളൊരു പ്രശ്നം തീർത്തോണ്ടിരിക്കുക അല്ലേ ബാലേട്ടാ? പിന്നെ എടാ സുധാ, എന്നെ നോക്കാനാടാ ഒരെണ്ണം അവനെ കൂടി അങ്ങ് ഒഴിച്ചു കൊള്ളടാ. ആ പിന്നെ അല്ലാണ്ട് വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണോ? നിനക്ക് സ്ഥിരം ജോലി വല്ലതും ആയോ? എന്താണ് സുധാ ഇവന്റെ മുഖത്തിനൊരു മാനത? ഇവൻ എപ്പോഴും പ്രശ്നവും പ്രാരാബ്ദങ്ങളാണ്. എന്താണ് ഇത്ര വലിയ പ്രാരാബ്ദം? നിനക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ, പിന്നെന്താ പ്രശ്നം? എന്ത് പറയുന്ന ബാലേട്ട, ഇതുവരെ സ്ഥിരവരുമാനമുള്ള ജോലിയായി. അമ്മയ്ക്ക് അസുഖത്തിന് കുറവില്ല. അനിയനെയും പെങ്ങളെ നല്ല വല്ല കോഴ്സ് പഠിപ്പിക്കുന്നു. എല്ലാം ഞാൻ തന്നെ നോക്കുന്നു. അതിനിടയിൽ ബാങ്കിൽ നിന്ന് നോട്ടീസ്. മനസ്സമാധാനമില്ലെന്ന് പറഞ്ഞാൽ മതി. നാട് വിട്ടു പോകാനും പറ്റുന്നില്ല. നീ നാട് വിട്ടാ നിന്റെ പ്രശ്നം തീരുമോ? നീ എന്നെ നോക്കും. ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണ്. പക്ഷേ എൻ്റെ പട്ടി നാട് പോകും. നമ്മളിങ്ങനെ ഓരോ തക്കട തരിക കാട്ടി അങ്ങ് പോകും. അല്ല പിന്നെ നീ ഇതങ്ങ് പിടിച്ചേ, നിന്റെ എല്ലാ പ്രശ്നം തീരും. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് മൊത്തം കുരുക്ക. ഒരു രക്ഷയില്ല, ഒരു രക്ഷ. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ബാലേട്ടൻ പറഞ്ഞുതരാം. ഒരേ ഒരു പരിഹാരം, ഒരിടം വരെ പോകേണ്ടി വരും. മാടപ്പള്ളി മഠം. ആരെയെങ്കിലും കാണുമായിരുന്നു, വഴിയൊന്നും ചോദിക്കാൻ മതി. ആ കാണുന്നവരുടെ ചേട്ടാ, ഈ മാടമ്പള്ളി മഠത്തിലോട്ടുള്ള വഴി ഈ വഴി നേരെ അങ്ങ് പോകാം. ശരിയാണ്. സുഗമമാക്കൂട്ട, ഇത് വല്ല നടപടിയാവും. കാശിന് കാശ് തന്നെ വേണ്ടേ? ഇങ്ങനെ പോയി കണ്ട എന്താവാൻ? നല്ല വല്ല ജോലിയും കിട്ടിയില്ല. നീ ഒന്ന് ചുമ്മാ ഇരുടാ. ബാലേട്ട് അങ്ങനെ ചുമ്മാ പറയുമോ? മാടമ്പള്ളിയിലെ വലിയ പോറ്റി ആരാന്ന് നിന്റെ വിചാരം? ചാത്തമ്മമാരെ കൊണ്ടാ പുള്ളി വീട്ടുജോലി വരെ ജയിക്കുന്നത്. നമ്മൾ പോകുന്ന കാര്യം രഹസ്യമായി വെക്കാൻ പറഞ്ഞ എന്തായിരിക്കും? പലരറിഞ്ഞ കാര്യം നടക്കാൻ പാടാന്ന അനുഭവം. എല്ലാം ശരിയായ മതിയായിരുന്നു. മാടമ്പള്ളി എങ്കിൽ മാടമ്പള്ളി. വടക്കുന്നാരോ ഇങ്ങോട്ട് പുറപ്പെട്ടു പോന്നിട്ടുണ്ടല്ലോ. എന്താവും കാര്യം? എന്തോ പ്രശ്നപരിഹാരമാവും. പ്രശ്നം പറഞ്ഞല്ലോ. എന്നാലേ അങ്ങോട്ട് കേൾക്കാൻ പറ്റൂ. എങ്കിൽ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. എന്താ കുമാര? അവിടത്തോടെ
പലതവണ അറിയിച്ചിരുന്ന കാര്യമാണ്. അടിയന്തരമായി ഇനിയെങ്കിലും പരിഹരിക്കണം. മഠത്തിൽ നെല്ലും തേങ്ങയും സൂക്ഷിക്കാൻ 10,000 പുര മതിയാവുന്നില്ല. ഒന്നും കൂടി അത്യാവശ്യമായി വേണം. നാളെ ഉദയത്തിന് മുമ്പ് പുതിയൊരു 10,000 പുര ഉയർന്നിരിക്കും. കുമാരന് വേവലാതി വേണ്ട. അമാവാസിക്ക് പുറക്കളത്തിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നവുമില്ല, കൊണ്ടുവന്നിരിക്കും. എങ്കിൽ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. വരുന്നുണ്ടല്ലോ. ഇത്തിരി ദൂരേന്ന് വലിയ തിരുമേനി ഒന്ന് കാണാൻ ബാലേന്ദ്രക്കുറിപ്പ് പറഞ്ഞയച്ചവരാ. ഇരിക്കുക. ഗൗരവ പ്രശ്നമാണ്. നന്നായി കുമാര, ഇവരെ തടത്തിലേക്ക് ഇരുത്താ. നിന്റെ കേസും കുന്തൊക്കെ എന്തായി? തീർപ്പായോ? എങ്ങനെ തീരാൻ? അതിങ്ങനെ മാറ്റി വെച്ച് മെനക്കെടുത്തുന്നു. ഒരു സ്വസ്ഥതയില്ലെന്നേ. അങ്ങനെയാണോ? എല്ലാം ശരിയാക്കാം. പക്ഷേ ഒരു സ്ഥലം വരെ നീ പോകേണ്ടി വരും.
ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വിവേകപൂർവ്വം പരിഹാരം കാണുക, മറ്റുള്ളവരുടെ കയ്യിൽ ചട്ടുകമായി ജീവിതം ഹോമിക്കാതിരിക്കുക.